ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് കേരളത്തിലെ പുതിയ മന്ത്രിസഭ, അതായത് 16ാം കേരള നിയമസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും സ്പീക്കറും ആരാണെന്നാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, മന്ത്രിമാരും വകുപ്പുകളും PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആണ് മന്ത്രിയും വകുപ്പും. ഓക്കെ, അപ്പോൾ ആദ്യം സ്പീക്കറെ തന്നെ പഠിക്കാം. സ്പീക്കർ, കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കേട്ടോ. കേരള നിയമസഭയുടെ സ്പീക്കർ നിലവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. സ്പീക്കർ ആകുമ്പോൾ പഠിക്കാൻ എളുപ്പമാണ്, ഒരാളെ മാത്രം പഠിച്ചാൽ മതി, ഒരാളുടെ പേര് മാത്രം അല്ലേ. അപ്പോൾ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓക്കെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഓർത്ത് വയ്ക്കാൻ ഞങ്ങൾക്ക് എളുപ്പമാണ്, കാരണം ഞാനൊരു കോട്ടയംകാരിയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയംകാരനാണ്. അപ്പോൾ അതുകൊണ്ട് സാറിനെ ഓർത്ത് വയ്ക്കാൻ എനിക്ക് എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഓർത്ത് വയ്ക്കുക കേട്ടോ, ഞങ്ങൾ കോട്ടയംകാർ മാത്രമല്ല, എല്ലാവരും ഓർത്ത് വെച്ചോണം. കേരള നിയമസഭാ സ്പീക്കർ നിലവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് മന്ത്രിമാരും വകുപ്പുകളും നോക്കാം. ഓക്കെ, മുഖ്യമന്ത്രി VD സതീശൻ, അതെല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. മുഖ്യമന്ത്രി VD സതീശനാണ്. ഇനി മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ധനകാര്യം, ദേശീയ സമ്പാദ്യം, സ്റ്റോർ പർച്ചേസ്, വാണിജ്യ നികുതികൾ, കാർഷിക വരുമാന നികുതി, ട്രഷറികൾ, ലോട്ടറികൾ, സംസ്ഥാന ഓഡിറ്റ്, കേരള സംസ്ഥാന ധനകാര്യ സംരംഭങ്ങൾ, സംസ്ഥാന ഇൻഷുറൻസ്, കേരള ധനകാര്യ കോർപ്പറേഷൻ, സ്റ്റാമ്പുകളും സ്റ്റാമ്പ് ഡ്യൂട്ടികളും, തുറമുഖങ്ങൾ, നിയമം, ആസൂത്രണവും സാമ്പത്തിക കാര്യങ്ങളും, പൊതുഭരണം, അഖിലേന്ത്യാ സേവനങ്ങൾ, ശാസ്ത്രം സാങ്കേതികവിദ്യ, മലിനീകരണ നിയന്ത്രണം, ദുരന്ത നിവാരണം, ശാസ്ത്രീയ സ്ഥാപനങ്ങൾ, പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പരിഷ്കാരങ്ങൾ, തിരഞ്ഞെടുപ്പ്, സംയോജനം, സൈനിക ക്ഷേമം, ദുരിതാശ്വാസങ്ങൾ, സ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി, സിവിൽ ആൻഡ് ക്രിമിനൽ നീതിയുടെ ഭരണം, പ്രവാസി കേരളീയ കാര്യങ്ങൾ, അന്തർ സംസ്ഥാന നദീജലം, തീരദേശ ഷിപ്പിംഗ്, ഉൾനാടൻ നാവിഗേഷൻ, കേരള സംസ്ഥാന ഉൾനാടൻ നാവിഗേഷൻ കോർപ്പറേഷൻ, ഇൻഫോ ആൻഡ് PR, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, മെട്രോ റെയിൽ, റെയിൽവേ, ന്യൂവൽസ്, പോസ്റ്റലുകളും ടെലഗ്രാഫുകളും, എല്ലാ പ്രധാന നയപരമായ കാര്യങ്ങളും. ഇത്തരം വകുപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ മുഖ്യമന്ത്രി VD സതീശനാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ധനകാര്യം, ദേശീയ സമ്പാദ്യം, സ്റ്റോർ പർച്ചേസ്, വാണിജ്യ നികുതികൾ, കാർഷിക വരുമാന നികുതി, ട്രഷറികൾ, ലോട്ടറികൾ, സംസ്ഥാന ഓഡിറ്റ്, കേരള സംസ്ഥാന ധനകാര്യ സംരംഭങ്ങൾ, സംസ്ഥാന ഇൻഷുറൻസ്, കേരള ധനകാര്യ കോർപ്പറേഷൻ, സ്റ്റാമ്പുകളും സ്റ്റാമ്പ് ഡ്യൂട്ടികളും, തുറമുഖങ്ങൾ, നിയമം, ആസൂത്രണവും സാമ്പത്തിക കാര്യങ്ങളും, പൊതുഭരണം, അഖിലേന്ത്യാ സേവനങ്ങൾ, ശാസ്ത്രം സാങ്കേതികവിദ്യ, മലിനീകരണ നിയന്ത്രണം, ദുരന്ത നിവാരണം, ശാസ്ത്രീയ സ്ഥാപനങ്ങൾ, പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പരിഷ്കാരങ്ങൾ, തിരഞ്ഞെടുപ്പ്, സംയോജനം, സൈനിക ക്ഷേമം, ദുരിതാശ്വാസങ്ങൾ, സ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി, സിവിൽ ആൻഡ് ക്രിമിനൽ നീതിയുടെ ഭരണം, പ്രവാസി കേരളീയ കാര്യങ്ങൾ, അന്തർ സംസ്ഥാന നദീജലം, തീരദേശ ഷിപ്പിംഗ്, ഉൾനാടൻ നാവിഗേഷൻ, കേരള സംസ്ഥാന ഉൾനാടൻ നാവിഗേഷൻ കോർപ്പറേഷൻ, ഇൻഫോ ആൻഡ് PR, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, മെട്രോ റെയിൽ, റെയിൽവേ, ന്യൂവൽസ്, പോസ്റ്റലുകളും ടെലഗ്രാഫുകളും, എല്ലാ പ്രധാന നയപരമായ കാര്യങ്ങളും. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട് കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ധനകാര്യം, തുറമുഖമൊക്കെ ഓർത്ത് വയ്ക്കുക. ധനകാര്യം, നിയമം, തുറമുഖങ്ങൾ, ഇതൊക്കെ പ്രത്യേകം തന്നെ ഓർത്ത് വയ്ക്കുക. പിന്നെ ദുരന്ത നിവാരണം. ഓക്കെ, ധനകാര്യവുമായി ബന്ധപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ മുഖ്യമന്ത്രി കേട്ടോ കൈകാര്യം ചെയ്യുന്നത്. നോക്കിക്കേ, ദേശീയ സമ്പാദ്യം, സ്റ്റോർ പർച്ചേസ്, വാണിജ്യ നികുതികൾ, കാർഷിക വരുമാന നികുതി, ട്രഷറികൾ, ലോട്ടറികൾ, സംസ്ഥാന ഓഡിറ്റ്, കേരള സംസ്ഥാന ധനകാര്യ സംരംഭങ്ങൾ, സംസ്ഥാന ഇൻഷുറൻസ്, കേരള ധനകാര്യ കോർപ്പറേഷൻ, ഇതൊക്കെ
ധനകാര്യവും സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, അതെല്ലാം മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. നോക്കിക്കേ, ആസൂത്രണവും സാമ്പത്തിക കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. മുഖ്യമന്ത്രിയും സ്പീക്കറും കഴിഞ്ഞു. ഇനി മന്ത്രിമാരും വകുപ്പുകളും നോക്കാം. ഓക്കെ. രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ആഭ്യന്തരം, വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ജയില്, കയറ്. രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ആഭ്യന്തരം, വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ജയില്, കയറ്. ആഭ്യന്തരമന്ത്രി ആരാണെന്ന് PSCയുടെ സ്ഥിരം ചോദ്യമാണ്, മറന്നു പോകരുത്. രമേശ് ചെന്നിത്തലയാണ് കേട്ടോ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓക്കെ. സണ്ണി ജോസഫ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, അനർട്ട്. സണ്ണി ജോസഫ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, അനർട്ട്. വൈദ്യുതിയും പരിസ്ഥിതിയും PSCയുടെ സ്ഥിരം ചോദ്യമാണ്. വൈദ്യുതി മന്ത്രി ആരാണ്, പരിസ്ഥിതി മന്ത്രി ആരാണെന്നൊക്കെ PSC എപ്പോഴും ചോദിക്കുന്നതാണ്, മറന്നു പോകരുത്. സണ്ണി ജോസഫ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, അനർട്ട്. ഓക്കെ. കെ മുരളീധരൻ. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ കെ മുരളീധരൻ്റെ വകുപ്പിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നേ. കെ മുരളീധരൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ആരോഗ്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, തദ്ദേശീയ വൈദ്യശാസ്ത്രം, ആയുഷ്, മയക്കുമരുന്ന് നിയന്ത്രണം, ഭക്ഷ്യസുരക്ഷ, ദേവസ്വം. അപ്പോൾ കെ മുരളീധരൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ആരോഗ്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, തദ്ദേശീയ വൈദ്യശാസ്ത്രം, ആയുഷ്, മയക്കുമരുന്ന് നിയന്ത്രണം, ഭക്ഷ്യസുരക്ഷ, ദേവസ്വം. കെ മുരളീധരൻ കൈകാര്യം ചെയ്യുന്നത്, ഓർത്തു വയ്ക്കാൻ ഒരു ചെറിയ ക്ലൂ പറഞ്ഞുതരാം, ആരോഗ്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം കെ മുരളീധരൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. നോക്കിക്കേ, ആരോഗ്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, തദ്ദേശീയ വൈദ്യശാസ്ത്രം, ആയുഷ്, മയക്കുമരുന്ന് നിയന്ത്രണം, ഇത് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് കെ മുരളീധരൻ ആണെന്ന് ഓർത്ത് വെക്കുക. കൂടെ ഭക്ഷ്യസുരക്ഷയും ദേവസ്വം മന്ത്രി ആരാണ് എന്ന് PSCയുടെ സ്ഥിരം ചോദ്യമാണ് കേട്ടോ, മറന്നു പോകരുത്. കെ മുരളീധരൻ. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. അതുപോലെ ആരോഗ്യമന്ത്രി PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണ്, കെ മുരളീധരൻ. ആരോഗ്യവും ദേവസ്വവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ, അതൊക്കെ PSCയുടെ സ്ഥിരം ചോദ്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ആരോഗ്യമന്ത്രി ആരാണ്, കെ മുരളീധരൻ. ദേവസ്വം മന്ത്രി ആരാണ്, കെ മുരളീധരൻ. ഓക്കെ. AP അനിൽകുമാർ. ഭൂമി, റവന്യൂ, സർവേ, ഭൂമി രേഖകൾ, ഭൂപരിഷ്കരണം. ഓർത്ത് വയ്ക്കാൻ എളുപ്പമല്ലേ, ഭൂമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം AP അനിൽകുമാറാ അല്ലേ. ഭൂമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം AP അനിൽകുമാർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ് AP അനിൽകുമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഭൂമി, റവന്യൂ, സർവേ, ഭൂമി രേഖകൾ, ഭൂപരിഷ്കരണം. PC വിഷ്ണുനാഥ്. ടൂറിസം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള ചലച്ചിത്ര അക്കാദമി, സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ്. PC വിഷ്ണുനാഥ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ടൂറിസം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള ചലച്ചിത്ര അക്കാദമി, സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ്. ഇതിൽ ടൂറിസവും സാംസ്കാരികവും PSCയുടെ സ്ഥിരം ചോദ്യമാണ് കേട്ടോ. ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ് PC വിഷ്ണുനാഥ്. ഓർത്തു വെച്ചോണേ, മറന്നു പോകരുത്. ടൂറിസവും സാംസ്കാരികവും PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്, നിലവിലാരാണ്, PC വിഷ്ണുനാഥ്. ഓക്കെ. പിന്നെ നോക്കിക്കേ, പിന്നെ എന്താണ്, ചലച്ചിത്രവുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ PC വിഷ്ണുനാഥ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള ചലച്ചിത്ര അക്കാദമി, ഇതൊക്കെ PC വിഷ്ണുനാഥാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൂറിസവും സാംസ്കാരികവുമാണ്, മറന്നു പോകരുത്. ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്നത് PC വിഷ്ണുനാഥാണ്. PK ബഷീർ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് പൊതുമരാമത്ത്. ആകെ ഒരെണ്ണയുള്ള, സിമ്പിളാണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ. M ലിജു കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് സഹകരണം, എക്സൈസ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. PSCയുടെ സ്ഥിരം ചോദ്യമാണ്, സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്, എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്. ഇതൊക്കെ എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ്.
എം ലിജു ആണ് കേട്ടോ. സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു, അതുപോലെ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. റോജി എം ജോൺ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ. റോജി എം ജോൺ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് PSCയുടെ സ്ഥിരം ചോദ്യമാണ്, തെറ്റിച്ചേക്കരുത്. റോജി എം ജോൺ ആണ് കേട്ടോ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ. ഓക്കെ, അത് PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ. ടി സിദ്ദിഖ് കൃഷി, മണ്ണ് സർവേ ആൻഡ് മണ്ണ് സംരക്ഷണം, കേരള കാർഷിക സർവകലാശാല, വെയർഹൌസിംഗ് കോർപ്പറേഷൻ. കൃഷി വകുപ്പ് മന്ത്രി ആരാണെന്ന് PSCയുടെ സ്ഥിരം ചോദ്യം തന്നെയാണ്, മറന്നു പോകരുത്. ടി സിദ്ദിഖ് കേട്ടോ. കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖാണ്, അത് PSCയുടെ സ്ഥിരം ചോദ്യമാണ്. പിന്നെന്താണ്? മണ്ണ് സർവേ ആൻഡ് മണ്ണ് സംരക്ഷണം, കേരള കാർഷിക സർവകലാശാല, വെയർഹൌസിംഗ് കോർപ്പറേഷൻ. കെ എ തുളസി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ വികസനം. ഓർത്തു വെച്ചോണേ, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണെന്ന് PSCയുടെ സ്ഥിരം ചോദ്യമാണ്, മറന്നു പോകരുത്. കെ എ തുളസി. കെ എ തുളസിയാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി. ഓക്കെ, അപ്പോൾ എന്താണ്? കെ എ തുളസി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളുടെ വികസനം. ബിന്ദു കൃഷ്ണ. ബിന്ദു കൃഷ്ണ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീരസഹകരണ സ്ഥാപനങ്ങൾ, വനിതാ ശിശു സംരക്ഷണം, കേരള വെറ്റിനറി മൃഗശാല, സർവകലാശാല. നോക്കിക്കേ, ബിന്ദു കൃഷ്ണ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ, വനിതാ ശിശു സംരക്ഷണം, കേരള വെറ്റിനറി മൃഗശാസ്ത്ര സർവകലാശാല. തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണെന്ന് PSCയുടെ സ്ഥിരം ചോദ്യമാണ്, മറന്നു പോകരുത്. ബിന്ദു കൃഷ്ണയാണ് തൊഴിൽ വകുപ്പ് മന്ത്രി, PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ബിന്ദു കൃഷ്ണ. തൊഴിലിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ PSC പരീക്ഷകളൊക്കെ എഴുതുന്നത്, അപ്പോൾ ആ മന്ത്രിയെ ഒരിക്കലും മറന്നു പോകരുത്. അത് നമ്മുടെ സ്വന്തം ബിന്ദു കൃഷ്ണയാണ്. ഓക്കെ, തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. OJ ജനീഷ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് കായികം, യുവജനകാര്യം, മൃഗശാല, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തുശാസ്ത്രം, ആർക്കൈവ്സ്. OJ ജനീഷ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് കായികം, യുവജനകാര്യം, മൃഗശാല, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തുശാസ്ത്രം, ആർക്കൈവ്സ്. ഇതിൽ കായികവും യുവജനകാര്യവും PSC എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. കായികം, യുവജനകാര്യം ആരാണ്? OJ ജനീഷാണ് കേട്ടോ. കായിക വകുപ്പ് മന്ത്രി ആരാണ്? യുവജനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഇതൊക്കെ PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ആരാണ്? OJ ജനീഷ്. ഓർത്ത് വയ്ക്കാനൊരു ക്ലൂ പറഞ്ഞുതരാം. കായിക മത്സരങ്ങളിലൊക്കെ കൂടുതലും ഏർപ്പെടുന്നത് ആരാ? യുവജനങ്ങളല്ലേ. അപ്പോൾ യുവജനങ്ങളും കായികവും ഒരാളാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അങ്ങനെ ഓർത്ത് വയ്ക്കുക. പിന്നെ യുവജനം, ജനീഷ്. യുവജനത്തിലെ ആ ജായും ജനീഷിൻ്റെ ജായും കൂടെ വരുമ്പോൾ നമുക്കൊരു ഓർമ്മ വരും. യുവജനം, ജനീഷ്. അപ്പം യുവജനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? OJ ജനീഷ്. അതുപോലെ യുവജനങ്ങളാണ് കായിക മത്സരത്തിൽ കൂടുതൽ പങ്കെടുക്കുന്നത്. അപ്പോൾ കായികവും യുവജനകാര്യവും ആരാണ് കൈകാര്യം ചെയ്യുന്നത്? OJ ജനീഷാണ്. ഓക്കെ, അതങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതിയേ. ഓക്കെ, ഇനി അടുത്തത് PK കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വ്യവസായവും വാണിജ്യവും, വിവര സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പുകൾ, മൈനിങ് ആൻഡ് ജിയോളജി, കൈത്തറി ആൻഡ് തുണിത്തരങ്ങൾ. നോക്കിക്കേ, PK കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? വ്യവസായവും വാണിജ്യവും, വിവര സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പുകൾ, മൈനിങ് ആൻഡ് ജിയോളജി, കൈത്തറി ആൻഡ് തുണിത്തരങ്ങൾ. N ഷംസുദ്ദീന് പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമം. N ഷംസുദ്ദീൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമം. ഇവിടെ നോക്കിക്കേ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണെന്ന് PSCയുടെ സ്ഥിരം ചോദ്യമാണ്, മറന്നു പോകരുത്. N ഷംസുദ്ദീൻ കേട്ടോ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി M ഷംസുദ്ദീൻ, മറന്നു പോകരുത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ. പിന്നെ നോക്കിക്കേ, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമം, ഇതെല്ലാം ഒരേ ഗ്രൂപ്പിൽ വരുന്നതാണല്ലോ. അപ്പം അത് കൈകാര്യം ചെയ്യുന്ന ആരാണ്? N ഷംസുദ്ദീൻ. അതങ്ങനെ അങ്ങ് ഓർത്ത് വയ്ക്കുക.
ഹജ്ജ് തീർത്ഥാടനം ന്യൂനപക്ഷ ക്ഷേമം. ഇതൊക്കെ മുസ്ലിങ്ങളല്ലേ, അപ്പം മുസ്ലിം നെയിമുള്ള ഒരാളായിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ എന്താണ്? എൻ ഷംസുദ്ദീൻ. വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമം, ഇതെല്ലാം ഒരേ കാറ്റഗറിയിലാണല്ലോ. അപ്പോൾ അത് എൻ ഷംസുദ്ദീൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണെന്ന് മറന്നു പോകരുതേ, എപ്പോഴും ചോദിക്കുന്നതാണ്. ആരാണ്? എൻ ഷംസുദ്ദീനാണ് കേട്ടോ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? റോജി എം ജോൺ. അതും മറന്നു പോകരുത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഓക്കെ. കെ എം ഷാജി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് തദ്ദേശ സ്വയംഭരണം, ടൗൺ പ്ലാനിങ്, ഗ്രാമവികസനം, പ്രാദേശിക വികസന സമിതികൾ, കില. കെ എം ഷാജി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് തദ്ദേശ സ്വയംഭരണം, ടൗൺ പ്ലാനിങ്, ഗ്രാമവികസനം, പ്രാദേശിക വികസന സമിതികൾ, കില. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണെന്ന് PSC എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ ഗ്രാമവികസനവും ചോദിക്കാറുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി PSCയുടെ സ്ഥിരം ചോദ്യമാണ്. അതാരാണ്? കെ എം ഷാജി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. ഗ്രാമവികസന വകുപ്പ് മന്ത്രി കെ എം ഷാജി. ഓക്കെ. വി അബ്ദുൽ ഗഫൂർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹിക നീതി. വി അബ്ദുൽ ഗഫൂർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹിക നീതി. മോൻസ് ജോസഫ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ജലസേചനം, കമാൻഡ് ഏരിയ വികസന അതോറിറ്റി, CADA, ഭൂഗർഭജലം, ജലവിതരണം, ശുചിത്വം, ഭവന നിർമ്മാണം. മോൻസ് ജോസഫ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ജലസേചനം, കമാൻഡ് ഏരിയ വികസന അതോറിറ്റി, CADA, ഭൂഗർഭജലം, ജലവിതരണം, ശുചിത്വം, ഭവന നിർമ്മാണം. ഞങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ആളാണ് കേട്ടോ. ഞങ്ങളുടെ കടുത്തുരുത്തി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ആളാണ് മോൻസ് ജോസഫ്. ഞങ്ങൾക്കത് ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റും. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ആളാണ് മോൻസ് ജോസഫ്. ഓക്കെ. അപ്പം മോൻസ് ജോസഫ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ജലസേചനം, കമാൻഡ് ഏരിയ വികസന അതോറിറ്റി, CADA, ഭൂഗർഭജലം, ജലവിതരണം, ശുചിത്വം, ഭവന നിർമ്മാണം. ചെറിയൊരു ക്ലൂ, ഈ വകുപ്പുകൾ ഓർത്ത് വയ്ക്കാനൊരു ക്ലൂ പറഞ്ഞുതരാം. മോൻസ് ജോസഫിൻ്റെ വകുപ്പുകൾ, അതായത് മോൻ വീട് വെച്ച് തന്നു എന്ന് ആലോചിക്കുക. മോൻ വീട് വെച്ച് തന്നു. അപ്പോൾ എന്താണ്? ഭവന നിർമ്മാണം മോൻസ് ജോസഫ് എന്ന് എടുക്കാം. പിന്നെ എന്താണ്? വെള്ളത്തിലൊക്കെ കളിക്കുമ്പോഴത്തേനും നമ്മൾ കുട്ടികളെ വഴക്ക് പറയുമല്ലോ, വെള്ളത്തിൽ പോയി കളിക്കുമ്പോഴും ഒക്കെ. അപ്പം ജലസേചനം, വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ജലസേചനം, ഭൂഗർഭജലം, ജലവിതരണം, ഇതൊക്കെ മോൻസ് ജോസഫ് ആണെന്ന് വിചാരിക്കുക. അതുപോലെ ശുചിത്വം, കുഞ്ഞു പിള്ളേരെയൊക്കെ നമ്മൾ ശുചിത്വമൊക്കെ പഠിപ്പിക്കുമല്ലോ, കൊച്ചു പിള്ളേരൊക്കെ. അപ്പം മോനെ പഠിപ്പിക്കുക, മോനെ ശുചിത്വം ഒക്കെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ, മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള രീതിയിൽ ശുചിത്വം മോൻസ് ജോസഫ് ആണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ. അനൂപ് ജേക്കബ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. അനൂപ് ജേക്കബ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. ഓക്കെ. ഷിബു ബേബി ജോൺ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം, കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ്, KASC. ഷിബു ബേബി ജോൺ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം, കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ്, KASC. വനം, വന്യജീവി സംരക്ഷണം PSCയുടെ സ്ഥിരം ചോദ്യം ആണ്, ഓർത്ത് വെച്ചോണം. ഷിബു ബേബി ജോൺ ആണ് കേട്ടോ. വനം, വന്യജീവി സംരക്ഷണം മന്ത്രിയാരാണ്? ഷിബു ബേബി ജോൺ. CP ജോൺ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് റോഡ് ഗതാഗതം, മോട്ടോർ വാഹന ജലഗതാഗത വകുപ്പുകൾ. CP ജോൺ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് റോഡ് ഗതാഗതം, മോട്ടോർ വാഹന ജലഗതാഗത വകുപ്പുകൾ. ഗതാഗത മന്ത്രി ആരാണെന്ന് PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ആരാണ്? CP ജോൺ. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. മന്ത്രിമാരുടെ വകുപ്പുകളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി ഡീറ്റെയിൽഡ് വീഡിയോ ആണ്, കാരണം എല്ലാ വകുപ്പുകളും മാക്സിമം ഉൾക്കൊള്ളിച്ച് തന്നെയാണ് ഈ ക്ലാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളോട് ഞാൻ പഠിക്കണമെന്ന് പറയത്തില്ല. ഇതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മാത്രം PSC സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പഠിക്കുക. ഇതെല്ലാം പഠിക്കുക, പക്ഷേ ഓർത്ത് വയ്ക്കാനായിട്ട് എല്ലാം ഇത്ര വൈഡായിട്ടുള്ളത് കൊണ്ട് ഇച്ചിരി പാടായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലൂ ഒക്കെ ഇട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. VFAക്ക് വേണ്ടിയിട്ട് സ്റ്റഡി വിൻ PC ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഓഗസ്റ്റ് 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 600 രൂപയെ ഫീസുള്ളൂ. എല്ലാ സബ്ജക്റ്റും എടുക്കുകയും ചെയ്യും. അതായത് GK, കറണ്ട് അഫെയർസ്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഫുള്ളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണ്. അതിൽ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, 600 രൂപയുള്ളൂ ഫീസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.